നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നി സിദ്ദീഖുൽ അക്ബർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ, അവർ പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്ന അബൂബക്കറിൻ റജുലുൻ അസീഫുൻ, എന്റെ ഉപ്പ അബൂബക്കർ ഒരു ലോലഹൃദയനാണ്. അങ്ങയുടെ ഇപ്പോഴത്തെ അവസ്ഥയും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ വിഷമങ്ങളും എല്ലാം കൂടിയിട്ട് ഇദാ ഖാമ ഫീ മഖാമിക, അദ്ദേഹം ഇമാമായി നിന്ന് നമസ്കരിക്കുകയാണെങ്കിൽ ലം യുസ്മഇൻ നാസ മിനൽ ബുകാ, അദ്ദേഹത്തിന് ഇങ്ങനെ ഖുർആൻ ഓതുമ്പോ അദ്ദേഹം ഇങ്ങനെ കരയും. ആ കരച്ചിലിന്റെ ഇടയിൽ അദ്ദേഹത്തിന് നമസ്കാരത്തിന്റെ തക്ബീറുകൾ ആളുകളെ കേൾപ്പിക്കാൻ ഒരുപക്ഷെ കഴിയാതെ വരും. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലേ ഫമുർ ഉമറ ഫൽയുസല്ലി ബിന്നാസ്, അങ്ങ് ഉമറിനോട് ഇമാമായി നിൽക്കാൻ വേണ്ടി കൽപ്പിച്ചാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുമ്പ് പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ എല്ലാത്തിനും കൂടെയുണ്ടായിരുന്ന വ്യക്തിയാണ് എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വഫാത്താകാനുള്ള സമയമായിരിക്കുന്നു. അതിനുശേഷം ഇസ്ലാമിന്റെ മുസ്ലിങ്ങളുടെ പള്ളിയുടെ എല്ലാം കൈകാര്യ കർത്തൃത്വം നിർവഹിക്കാൻ ഏറ്റവും പ്രാപ്തനായ മനുഷ്യൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് എന്നുള്ള ഒരു സൂചന കൂടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് പറയുന്നത്, നിർദ്ദേശിക്കുന്നത്. അങ്ങനെ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന് പകരമായി കൊണ്ട്, അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്നെ ഇമാമായി നിന്നുകൊണ്ടാണ് ആ വ്യാഴാഴ്ച ദിവസത്തെ ഇശാ നമസ്കാരം നിർവഹിക്കപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പള്ളിയിലേക്ക് പോകാനും നേതൃത്വം നൽകാനും നമസ്കരിക്കാനുമുള്ള ആഫിയത്തുണ്ടായില്ല എന്നാണ്. അങ്ങനെ ആ വ്യാഴാഴ്ച ദിവസം അവസാനിച്ചു. വെള്ളിയാഴ്ച ദിവസവും അതേപോലെ തന്നെയാണ് പോയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പള്ളിയിലെത്താനും നമസ്കാരത്തിന് നേതൃത്വം നൽകാനും ജുമാക്ക് നേതൃത്വം നൽകാനും ഒന്നും അള്ളാഹുവിന്റെ റസൂലിന് ആഫിയത്തുണ്ടായിരുന്നില്ല. പിന്നീട് ശനിയാഴ്ച ദിവസമാണ്. ശനിയാഴ്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അല്പം ഒരു ആശ്വാസമുണ്ടായിരുന്ന ദിവസമായിരുന്നു. അങ്ങനെ ഫഖറജ ബൈന റജുലൈനി ലിസ്വലാത്തിൽ ദുഹർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ളുഹർ നമസ്കരിക്കാൻ വേണ്ടിയിട്ട് ശനിയാഴ്ച ദിവസം രണ്ടാളുകൾ താങ്ങിക്കൊണ്ട്, നേരത്തെ ഉണ്ടായതുപോലെ തന്നെ രണ്ടാളുകൾ തോളിലേറ്റിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ളുഹറിന് പള്ളിയിലെത്തിച്ചു. പക്ഷേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നമസ്കാരത്തിന് ഒരുങ്ങിയിരുന്നു. അദ്ദേഹം മാറി നിൽക്കാൻ നോക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാറണ്ട എന്ന് ആംഗ്യം കാണിച്ചു. എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചാരത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചു. അബൂബക്കർ റളിയല്ലാഹു അൻഹു അത് പിന്നിൽ നമസ്കരിക്കുന്ന ആളുകളെ കേൾപ്പിച്ചുകൊണ്ടാണ് ശനിയാഴ്ച ദിവസം ളുഹർ നമസ്കാരം നടന്നത്. അല്ലാത്ത മറ്റ് വക്തുകളിലൊന്നും ആ ദിവസത്തിൽ, ശനിയാഴ്ച ദിവസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പള്ളിയിലേക്ക് വരാൻ കഴിഞ്ഞിരുന്നില്ല. തൊട്ടടുത്ത ദിവസം ഞായറാഴ്ച ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ കീഴിലുണ്ടായിരുന്ന അടിമകളെയെല്ലാം മോചിപ്പിച്ചു. സ്വന്തമായി കയ്യിലുണ്ടായിരുന്ന 7 ദിനാറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദാനം ചെയ്തു. അവിടുത്തെ കയ്യിലുണ്ടായിരുന്ന ആയുധങ്ങൾ അവിടുന്ന് സ്വഹാബത്തിന് സ്വതക്ക ചെയ്തു. അങ്ങനെ ഞായറാഴ്ച ദിവസവും പള്ളിയിൽ വരാതെയും പ്രത്യേകമായ സംഭവങ്ങളൊന്നും ഉണ്ടാകാതെയും അങ്ങനെ കഴിഞ്ഞുപോയി. പിന്നീടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ അവസാനത്തെ ദിവസമാണ്, തിങ്കളാഴ്ച ദിവസമാണ്. പള്ളിയിൽ സുബ്ഹ് നമസ്കാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ് നേതൃത്വം നൽകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഡോറ് തുറന്നു. എന്നിട്ട് ജനാലയുടെ വിരി അങ്ങോട്ട് നീക്കിയിട്ട് പള്ളിയിൽ നടക്കുന്ന നമസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ വീക്ഷിച്ചു കൊണ്ടിരുന്നു. കന്ന വജ്ഹു വറഖ് മുസ്ഹഫിൻ, അവിടുത്തെ മുഖത്താകെ നിഷ്കളങ്കതയുണ്ടായിരുന്നു. എന്നിട്ട് പള്ളിയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പിന്നിൽ നിന്നുകൊണ്ട് അച്ചടക്കത്തോടുകൂടി അനുസരണയോടുകൂടി തൻ്റെ ശിഷ്യന്മാർ, തൻ്റെ സ്വഹാബത്ത് എല്ലാവരും അനുസരണ ബോധത്തോടുകൂടി നമസ്കരിക്കുന്ന ആ രംഗം കണ്ടുകൊണ്ട് സുമ്മ തബസ്സമ വയൽഹഖു, അവിടുന്ന് ആദ്യം ഒന്ന് പുഞ്ചിരിച്ചു. പിന്നീട് പല്ലുകളെല്ലാം വെളുക്ക പുറത്ത് കാണുന്ന രൂപത്തിൽ അവിടുന്ന് നന്നായി ചിരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പള്ളിയിൽ നടക്കുന്ന നമസ്കാരം വീട്ടിൽ നിന്നിങ്ങനെ കാണുകയാണ്. അപ്പോൾ പള്ളിയുടെ മിഹ്റാബിനോട് ചേർന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്. അവിടുന്ന് വിരി നീക്കുന്നതും അവിടുന്ന് നോക്കുന്നതുമെല്ലാം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാണുന്നുണ്ട്. അദ്ദേഹം പിന്നിലേക്ക് മാറാൻ വേണ്ടി ശ്രമിച്ചു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നല്ല ആശ്വാസമുണ്ട്. അവിടുന്ന് നമസ്കരിക്കാൻ പള്ളിയിലെത്തും, അവിടുന്ന് ഇമാമത്ത് നിൽക്കും, അവിടുന്ന് നേതൃത്വം നൽകും. അദ്ദേഹം മാറാൻ നിൽക്കുമ്പോൾ വഅശാറ ഇലൈഹിം ബിയദിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കൈകൊണ്ട് അൻ അതിമ്മു സ്വലാത്തക്കും, നിങ്ങളുടെ നമസ്കാരം പൂർത്തിയാക്കിക്കൊള്ളുക, എനിക്ക് വരാൻ സാധ്യമല്ല എന്ന് അവിടുത്തെ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. സുമ്മ ദഖലൽ ഹുജ്റ വഅറഖ സിത്ർ, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ റൂമിൽ തന്നെ പ്രവേശിക്കുകയും അവിടുന്ന് വിരിയൊക്കെ പഴയതുപോലെ തന്നെ നീക്കിയിടുകയും ചെയ്തു. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അപ്പോഴത്തെ അവസ്ഥ കണ്ടുകൊണ്ട് അവിടുത്തെ രോഗമെല്ലാം ഭേദമായി എന്ന് ഞങ്ങൾ കരുതി. അവിടുത്തെ ആ സന്തോഷം കണ്ടിട്ട് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഫഹമംന അൻ തഫ്തതിന മിനൽ ഫറഹി ബിറുയത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ ആ ആഫിയത്തുള്ള മുഖം കണ്ടപ്പോൾ, അവിടുത്തെ ആശ്വാസമുണ്ട് എന്നറിഞ്ഞപ്പോൾ ഞങ്ങളുടെ സന്തോഷാധിക്യത്താൽ ഞങ്ങളുടെ നമസ്കാരം പോലും താറുമാറായി പോകുമോ, കുഴപ്പത്തിലായി പോകുമോ എന്ന് ഞങ്ങൾ ഭയപ്പെട്ടു പോയി എന്ന്. അത്രത്തോളം അവരെ അത് സന്തോഷിപ്പിച്ചിരുന്നു എന്നർത്ഥം. എന്നാൽ അല്പം കൂടി സമയം കഴിഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ സ്ഥിതി വഷളായി വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആശ്വാസമുണ്ട്, അവിടുത്തെ പുഞ്ചിരി കണ്ടു, അവിടുത്തെ മുഖം കണ്ടു, അവിടത്തേക്ക് വലിയ പ്രയാസങ്ങളൊന്നുമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആശ്വാസത്തോടുകൂടി സ്വഹാബത്ത് അവരുടേതായ ഭാഗങ്ങളിലേക്ക് അവരെല്ലാം പോയിരുന്നു. വളരെ കുറഞ്ഞ സ്വഹാബത്ത് മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ അടുത്ത സന്ദർഭത്തിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ ഏതാണ്ട് സമയം ഇളയൊച്ച ദുഹായുടെ സമയമാണ്, ദുഹറിന് മുമ്പായിട്ടുള്ള ആ ഒരു സന്ദർഭമാണ്, ഇളയച്ചയുടെ ദുഹായുടെ സമയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്തായിട്ട് അവിടുത്തെ ഭാര്യമാരുണ്ട്, അതേപോലെ തന്നെ അവിടുത്തെ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹായുണ്ട്, പ്രിയപ്പെട്ട ബന്ധുക്കളുണ്ട്, അതേപോലെ അത്യാവശ്യം സ്വഹാബത്തൊക്കെയുണ്ട്. അങ്ങനെയുള്ള അവസ്ഥയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശക്തമായ ശ്വാസം മുട്ടൽ അനുഭവപ്പെടുന്നുണ്ട്. അവിടുത്തെ കയ്യിലുണ്ടായിരുന്ന തൂവാല കൊണ്ട്, ടവ്വല് കൊണ്ട് അതിങ്ങനെ മുഴകത്തേക്ക് ഇടുകയും എടുക്കുകയും ചെയ്തുകൊണ്ട് അവിടുന്ന് അങ്ങേയറ്റത്തെ അതിന്റെ അസ്വസ്ഥത പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ കണ്ടുകൊണ്ട് മനസ്സ് വെങ്ങിക്കൊണ്ടാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നു, വാ കർബ അബാ, എന്റെ ഉപ്പാക്ക് ഇപ്പോൾ എത്ര വിഷമമാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സന്ദർഭത്തിൽ പറഞ്ഞു, ലൈസ അബീക കർബും ബഅദൽ യൗം, മോളെ ഇന്നേക്ക് ശേഷം നിന്റെ ഉപ്പാക്ക് വിഷമമുണ്ടാവുകയില്ല, പോകാൻ സമയമായിരിക്കുന്നു എന്നുള്ള സൂചനയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ റളിയല്ലാഹു അൻഹാ തന്റെ പ്രിയപ്പെട്ട മകളാണ്, തന്റെ അതേ രൂപമാണ്, തന്റെ മുഖഛായയാണ്, തന്റെ കരളിന്റെ കഷണമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഫാത്തിമ റളിയല്ലാഹു അൻഹാ മാത്രമാണ് ആ സന്ദർഭത്തിൽ ജീവിച്ചിരിപ്പുണ്ടായിരുന്ന മകൾ. ഫാത്തിമ റളിയല്ലാഹു അൻഹായെ അടുത്തേക്ക് ചേർത്ത് നിർത്തി. എന്നിട്ടെന്തോ ഒരു സ്വകാര്യം പറഞ്ഞു. ഫാത്തിമ റളിയല്ലാഹു അൻഹ കരയാൻ തുടങ്ങി. ഫാത്തിമ ബീവിയുടെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. അങ്ങനെ വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമയെ അടുത്തേക്ക് ഇങ്ങനെ ചേർത്ത് നിർത്തി. എന്നിട്ട് വീണ്ടും എന്തോ കാതിൽ ഇങ്ങനെ ചെറുതായി മന്ത്രിച്ചു. അവിടത്തേക്ക് ശബ്ദമുയർത്തി പറയാൻ കഴിയാത്ത ഒരു സന്ദർഭം കൂടിയാണ്. അപ്പോൾ അതുവരെയുണ്ടായിരുന്ന ദുഃഖമെല്ലാം വഴിമാറി ഫാത്തിമ റളിയല്ലാഹു അൻഹായുടെ മുഖത്ത് പുഞ്ചിരി വിടർന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. ദിവസങ്ങളൊക്കെ കഴിഞ്ഞു. അതിനിടയിൽ ആയിഷ റളിയല്ലാഹു അൻഹ ഫാത്തിമ ബീവിയോട് ചോദിച്ചു, എന്തായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വകാര്യം പറഞ്ഞപ്പോൾ രണ്ട് വികാരങ്ങളാണ് മിന്നിമറഞ്ഞത്. ആദ്യം കരയുകയുണ്ടായി, പിന്നീട് ചിരിക്കുകയുണ്ടായി. എന്തായിരുന്നു അല്ലാഹുവിന്റെ റസൂൽ നിന്നോട് പറഞ്ഞത് എന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, സാറനി അന്നഹു യുഖ്ബിലു ഫീ വജഹിഹി അല്ലദീ തുവഫിയ ഫീഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ ചേർത്ത് നിർത്തിയിട്ട് എന്റെ കാതിൽ സ്വകാര്യമായി പറഞ്ഞത് ഞാൻ പോകാൻ സമയമായിരിക്കുന്നു എന്നാണ്, ഈ ലോകം വിട്ടുകൊണ്ട് ഞാൻ പോകാനായിരിക്കുന്നു എന്നാണ്. ഫബക്കൈതു, അത് കേട്ടപ്പോഴാണ് ഞാൻ കരഞ്ഞത്. സുമ്മ സാറനി ഫഅഖ്ബറനി അവ്വലു അഹ്ലിഹി തത്ബഉഹു, അതിനുശേഷം രണ്ടാമതായി എന്നെ വിളിച്ചുകൊണ്ട് സ്വകാര്യം പറഞ്ഞത്, ഞാൻ പോയി കഴിഞ്ഞാൽ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ
ഈ അഹ്ലിൽ നിന്നും നമ്മുടെ കുടുംബത്തിൽ നിന്നും ആദ്യമായി എന്നിലേക്ക് ചേരുന്നത് ഫാത്തിമ നീയായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ ഉപ്പ എന്നോട് പറഞ്ഞപ്പോൾ എന്റെ സങ്കടങ്ങളെല്ലാം വഴിമാറിപ്പോയി. ഫളഹിഖ്തു, അതറിഞ്ഞപ്പോൾ എന്റെ മനസ്സിൽ സന്തോഷമുണ്ടായി. ഞാനൊരു നിമിഷം സങ്കടങ്ങൾ മറന്നുപോയി. അപ്പോഴാണ് ഞാൻ ചിരിച്ചത് എന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹ പിന്നീട് അനുസ്മരിക്കുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ടടുത്ത് നിൽക്കുന്ന ഫാത്തിമ ബീവിയുടെ 2 മക്കളുണ്ട്, ഹസൻ, ഹുസൈൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ സ്നേഹിച്ചിരുന്ന ചരിത്രം രേഖപ്പെടുത്തിയ മക്കളാണ്. അവർ 2 പേരുമുണ്ട്. 2 പേരെയും ഹസൻ ഹുസൈൻ രണ്ടാളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് വിളിച്ചു. ഫഖബ്ബലഹുമാ, 2 പേരെയും തുരുതുരാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചുംബിച്ചുകൊണ്ടിരുന്നു. വഔസാ ബിഹാ ഖൈറാ, അവർക്ക് കുറച്ച് ഉപദേശങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭത്തിൽ നൽകി. വദആ അസ്വാജഹു, എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന തന്റെ ഭാര്യമാരെയെല്ലാം അടുത്തേക്ക് വിളിച്ചിട്ട് ഫവഅലഹുന്ന, അവർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ഉപദേശങ്ങളൊക്കെ നൽകി. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹായോടായി പറഞ്ഞു, യാ ആയിഷ മാ അസാലു അലമതആമുല്ലദി അക്കൽതു ബി ഖൈബർ ഫഹാദാ അവാന വജത്തു ഇൻഖിതാഅ അബ്ഹരി മിൻ ദാലിക. മുമ്പ് ഖൈബറിന്റെ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ വേണ്ടിയിട്ട്, അവിടുത്തെ വകവരുത്താൻ വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു സ്ത്രീ, ജൂത സ്ത്രീ ഭക്ഷണത്തിന് ക്ഷണിക്കുകയും ആ ഭക്ഷണത്തിൽ വിഷം ചേർക്കുകയും ചെയ്തിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഭക്ഷണം എടുത്ത് വായിലിട്ടു. അത് ഇറക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ വഹയുണ്ടായി, ഇനി കഴിക്കാൻ പാടില്ല, അതിൽ വിഷം ചേർത്തിട്ടുണ്ട് എന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെയുണ്ടായിരുന്ന ഒരു സഹാബി അവിടെ വെച്ച് ആ വിഷഭക്ഷണം കഴിച്ചുകൊണ്ട് മരണപ്പെട്ടിരുന്നു. അള്ളാഹുവിന്റെ റസൂലിനെ കൊല്ലാൻ വേണ്ടി ജൂത സ്ത്രീ നൽകിയ ആ ഭക്ഷണം അള്ളാഹുവിന്റെ റസൂലിന്റെ തൊണ്ടയിൽ ഇങ്ങനെ തടഞ്ഞു നിർത്തപ്പെടുകയായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹായോട് ആ മരിക്കുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ, ഖൈബറിൽ നിന്നും എനിക്ക് ആ നൽകിയിരിക്കുന്ന ഭക്ഷണം, ആ വിഷമിത എന്റെ ശരീരത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, അതിന്റെ ആമാശയത്തിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹായോട് പറയുകയാണ്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. സംസാരം അവ്യക്തമാണ്, നാവിങ്ങനെ കുഴഞ്ഞു പോകുന്നുണ്ട്, വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ട്, ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുണ്ടിനോട് ചേർത്ത് തന്റെ കാത് വെച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ, ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും അല്ലാഹു ശപിച്ചിരിക്കുന്നു. കാരണം ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ്, അവരുടെ പ്രവാചകന്മാരുടെ, അംബിയാക്കന്മാരുടെ ഖബറുകളെ അവർ ആരാധനാ കേന്ദ്രമാക്കിയതാണ്. അതിന്റെ കാരണം അസ്വലാ, അസ്വലാ, നമസ്കാരം നിങ്ങൾ ശ്രദ്ധിക്കണം, നമസ്കാരം നിങ്ങൾ ശ്രദ്ധിക്കണം. വമാ മലക്കത്ത് ഐമാനുക്കും, അതേപോലെ തന്നെ അടിമകളുടെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ സന്ദർഭത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹാ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും മറക്കാനാവാത്ത ഒരു അനുഭവം എന്റെ ജീവിതത്തിൽ ഉണ്ടായി. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുവഫിയ ഫീ ബൈതി വഫീ യൗമി വബൈന സിഹ്രി വനഹരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുനിയാവിൽ ജീവിക്കുന്ന സന്ദർഭത്തിൽ എന്റെ വീട്ടിൽ താമസിക്കേണ്ട ദിവസം, ആ ദിവസത്തിൽ എന്റെ മാറിന്റെയും എന്റെ മടിത്തട്ടിന്റെയും ഇടയിലായി കൊണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിടന്നിരുന്നത് മരിക്കുന്ന സമയത്ത്. ഫജമഅ അല്ലാഹു ബൈന റീഖി വരീഖഹു, ആ സന്ദർഭത്തിൽ എന്റെ തുപ്പിനീരും അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമിനീരും തമ്മിൽ അല്ലാഹു കൂട്ടിക്കലർത്തി. ഫി ആഖിരി യൗമിൻ മിനദ് ദുനിയാ വഅവ്വല യൗമിൻ മിനൽ ആഖിറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ദുനിയാവിലെ അവസാനത്തെ ദിവസം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഖിറത്തിലെ ആദ്യത്തെ ദിവസം, ആ വെള്ളിയാഴ്ച, ആ തിങ്കളാഴ്ച ദിവസത്തിൽ ഞങ്ങൾ 2 പേരുടെയും ഉമിനീരുകൾ തമ്മിൽ അല്ലാഹു കൂട്ടിക്കലർത്തി എന്നാണ് ഉണ്ടായ സംഭവം എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹായുടെ മടിയിൽ ഇങ്ങനെ കിടക്കുകയാണ്. ആ സന്ദർഭത്തിൽ ആയിഷ ബീവിയുടെ ആങ്ങള അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു അങ്ങോട്ടിങ്ങനെ നടന്നു വരുന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു മിസ്വാക്ക് ഉണ്ടായിരുന്നു. ആ മിസ്വാക്ക് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മിസ്വാക്കിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ
ആയിഷ റളിയല്ലാഹു അൻഹാക്ക് മനസ്സിലായി അള്ളാഹുവിന്റെ റസൂലിന് പല്ല് തേക്കണം എന്ന ആഗ്രഹമുണ്ട് എന്ന്. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, അങ്ങേക്ക് പല്ല് തേക്കണമോ എന്ന്. അദ്ദേഹം തല കൊണ്ട് ആംഗ്യം കാണിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പല്ല് തേക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ മഹദി ആയിഷ റളിയല്ലാഹു അൻഹ അബ്ദുറഹ്മാന്റെ കയ്യിൽ നിന്നും ആ മിസ്വാക്ക് വാങ്ങി, എന്നിട്ട് തന്റെ വായിൽ വെച്ചിട്ട് അതിങ്ങനെ കടിച്ച് സോഫ്റ്റ് ആക്കി പദം വരുത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകളിലേക്ക് കൊടുത്തു. അവിടുന്ന് ആ ബ്രഷ് കൊണ്ട്, ആ മിസ്വാക്ക് കൊണ്ട് പല്ല് തേച്ചു. ആ സന്ദർഭമാണ് ആയിഷ റളിയല്ലാഹു അൻഹ അനുസ്മരിക്കുന്നത്. ഞാൻ വായിലിട്ട് എന്റെ ഉമിനീരായ ആ ബ്രഷ് കൊണ്ടാണ്, ആ മിസ്വാക്ക് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല്ല് തേച്ചത്. അതൊരു വലിയ വികാരമായിട്ട്, ഒരു അനുഭവമായിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പിന്നീട് അനുസ്മരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം അവസാനിക്കുകയാണ്. അവിടുന്ന് അവസാനത്തെ നിമിഷങ്ങളിലേക്ക് കടക്കുകയാണ്. അങ്ങേയറ്റത്തെ വേദനയുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നലിൽ മൗതി സക്കറാത്ത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, മരണത്തിന് എന്തൊരു വേദനയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അല്ലാഹുമ്മ അഇന്നി അലാ സക്കറാത്തിൽ മൗത്ത്. അല്ലാഹുവേ, മരണത്തിന്റെ വേദന എനിക്ക് നീ കുറച്ചു തരണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു സഹാബി അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, അങ്ങേക്ക് വല്ലാതെ വേദന എടുക്കുന്നുണ്ടല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, നിങ്ങളിൽ രണ്ടാളുകൾ അനുഭവിക്കുന്ന വേദനയാണ് ഞാൻ ഈ സന്ദർഭത്തിൽ അനുഭവിക്കുന്നത്. അള്ളാഹുവിന്റെ ദൂതരെ, അങ്ങേക്ക് അപ്പോൾ ഒരുപാട് പ്രതിഫലമുണ്ടാകുമല്ലോ. അതെ, നഅം അജ്റാൻ, നിങ്ങളിൽ രണ്ടാളുകൾക്കുള്ള പ്രതിഫലം അതിനെനിക്ക് അള്ളാഹു നൽകും എന്ന് പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ രണ്ട് കൈകളും ഇങ്ങനെ മേൽപോട്ട് ഉയർത്തി, അല്ലാഹുമ്മ ഗഫിർലി വർഹംനി അല്ലാഹുമ്മ അൽഹിഖ്നി ബിറഫീഖിൽ അഅ്ലാ മഅല്ലദീന അൻഅംത അലൈഹിം മിനൻ നബിയ്യീന വസ്സദീഖീന വശുഹദാഇ വസ്സാലിഹീൻ അല്ലാഹുമ്മ അർറഫീഖൽ അഅ്ലാ അർറഫീഖൽ അഅ്ലാ അല്ലാഹുമ്മ ഗഫിർലി വർഹംനി. അല്ലാഹുവേ, എനിക്ക് നീ പുറത്തു തരണമേ, എന്നോട് നീ കരുണ കാണിക്കണമേ. അല്ലാഹുമ്മ അൽഹിഖ്നി ബിറഫീഖിൽ അഅ്ലാ, അല്ലാഹുവേ, ഉന്നതന്മാരായ സ്വർഗ്ഗത്തിലെ കൂട്ടുകാരോടൊപ്പം എന്നെയും ചേർക്കണമേ. വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ മഅല്ലദീന അൻഅമല്ലാഹു അൻഅംത അലൈഹിം മിനൻ നബിയ്യീന വസ്സദീഖീന വശുഹദാഇ വസ്സാലിഹീൻ, സിദ്ദീഖുകളുടെ, നബിമാരുടെ, ശുഹദാക്കളുടെ, സ്വാലിഹീങ്ങളുടെ ആ ഉന്നതന്മാരായ കൂട്ടുകാരോടൊപ്പം എന്നെയും ചേർക്കണമേ. അല്ലാഹുമ്മ റഫീഖൽ അഅ്ലാ അർറഫീഖൽ അഅ്ലാ, അല്ലാഹുവേ, ഉന്നതന്മാരായ കൂട്ടുകാരോടൊപ്പം ചേർക്കണമേ. ഉന്നതന്മാരായ കൂട്ടുകാരോടൊപ്പം. അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കുകൾ പൂർത്തീകരിക്കുന്നതിന് മുമ്പ് അവിടുത്തെ കൈകൾ താഴ്ന്നു, അവിടുത്തെ കണ്ണുകൾ അടഞ്ഞു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ.